പായസം കഴിക്കാൻ പെട്ടെന്നൊരു കൊതി തോന്നിട്ടോ. പായസക്കൊതിയുമായി അടുക്കളയിൽ ചെയ്ത് നമ്മുടെ ചെറുപയറിനെ അങ്ങ് പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് ഈസി ചെറുപയർ പായസം ഉണ്ടാക്കിയാലോ. ഒരു കുക്കറിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുത്ത് 5 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 250 ഗ്രാം ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറുപയർ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. 1 ടീസ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് പാലും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പായസത്തിന് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അരിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കാം കേട്ടോ. അരിപ്പൊടി ചേർക്കുമ്പോൾ പായസം പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ തീരിട്ടിട്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കാം കേട്ടോ. 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പശുവും പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്കൊരു 4 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല, വേഗം പോയി കുടിച്ചിട്ട് വരട്ടെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ.